എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്കറിയാം, ഒരു IT കമ്പനിയുടെ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻസ് ഉള്ള IT കമ്പനിയുടെ പ്രൊഫൈല്, പ്രൊഡക്റ്റ്, പ്ലാന് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു IT കമ്പനി 25 വർഷം കഴിഞ്ഞു 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയാണ്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനും നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനി. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്നു. ഈ കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇതാണ് നമ്മളിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ നല്ലൊരു വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം, അതേപോലെ തന്നെ മൊബൈൽ റീചാർജ്, അതിലൂടെയും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനി നമ്മളിൽ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നിവരെ കൃത്യമായി ആപ്ലിക്കേഷനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, അങ്ങനെ A to Z എന്ന് പറയുമ്പോൾ 16ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കമ്പനി അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തേണ്ടതായ സ്റ്റെപ്പ് എന്താണോ അതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നുമില്ല. എന്താണ്? സാമ്പത്തിക അച്ചടക്കം. നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതായ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക അച്ചടക്കമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു ഫോളോപ്പിലൂടെ എല്ലാവരിലേക്കും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്ത്, അതിലൂടെ ഒരു വരുമാനം എൻജോയ് ചെയ്ത്, അതിലൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയിൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ അസോസിയേറ്റ് ചെയ്യാം. കമ്പനി നമുക്ക് അതിനൊരു അവസരം തരികയാണ്. കമ്പനി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ലോകത്തിലേക്ക് അവതരിപ്പിക്കുകയാണ്. അത് നമ്മളിലൂടെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി നമ്മളിൽ തരുന്നു. കമ്പനി പറയാണ്, നിങ്ങൾക്ക് ഫ്രീ യൂസർ ആയിട്ട് ഇതിലേക്ക് കടന്നു വരാം. തികച്ചും ഫ്രീ ആയിട്ട്, നോ കോസ്റ്റ് ഇതിലേക്ക് കടന്നു വരാം. കമ്പനി പറയുന്നു, നിങ്ങൾക്കൊരു ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരാം. എങ്ങനെയാണ്? ഈ കമ്പനി പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് വൺ ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാം. വൺ ടൈം, ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അൺലിമിറ്റഡ് വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. പിന്നെ പറയുന്നത് എന്താണ്? ഫാമിലി യൂസറായിട്ട് കടന്നു വരാം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇതിലേക്ക് കടന്നു വന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ട്, നല്ലതാണെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട്, അതിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടി കമ്പനി തരികയാണ്. തീർച്ചയായിട്ടും ഫ്രീ യൂസറായിട്ട് വരാം, ആക്റ്റീവ് യൂസറായിട്ട് വരാം, ഫാമിലി യൂസറായിട്ട് വരാം. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
ഏതൊരാളും ആദ്യം ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 50 രൂപ നമുക്ക് ക്യാഷ് ബോണസ് ലഭിക്കുന്നു. 50 രൂപ ക്യാഷ് ബോണസ് ലഭിക്കുന്നു. അതുകൂടാതെ നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ടിന്റെ റീചാർജ്, മൊബൈൽ റീചാർജ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ഫസ്റ്റ് റീചാർജ് ബോണസ് ആയിട്ട് ഒരു 49 രൂപ കൂടി തരികയാണ്. 49 രൂപ കൂടി നമുക്ക് തരുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ 99 രൂപ കിട്ടി. അതുകൂടാതെ ഒരു 500 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. 500 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് എപ്പോഴാണ്, എന്താണെന്ന് ലാസ്റ്റ് ടൈം ഞാൻ പറയാം. അതുകൂടാതെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് എത്ര മൊബൈൽ റീചാർജ് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്തു കൊടുക്കാം. ഓരോ റീചാർജിനും കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓരോ റീചാർജിനും, എത്ര റീചാർജ് ചെയ്യുകയാണെങ്കിലും. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു പ്രോഗ്രാം എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ എത്ര പേർക്ക് വേണമെങ്കിലും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫ്രീ യൂസറായിട്ട് കടന്നു വന്നു. നമുക്ക് ഒരാൾക്കോ 2 പേർക്കോ 10 പേർക്കോ എത്ര പേർക്ക് വേണമെങ്കിലും നമ്മുടെ റെഫർ ലിങ്ക് കൊടുക്കാം. അതിലൂടെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കാം. അതിലൂടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാം. അതിലൂടെ അവർക്കെല്ലാം മൊബൈൽ റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്യാം. അവരുടെ റെഫർ ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഇതെല്ലാം ഫുൾ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ജനറേഷൻ, 20 ലെവൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഇൻകം കിട്ടുന്നു അൺലിമിറ്റഡ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% ഒന്നാമത്തെ ജനറേഷൻ, രണ്ടാമത്തെ ജനറേഷൻ, മൂന്നാമത്തെ ജനറേഷൻ, അങ്ങനെ 20 ജനറേഷനും കിട്ടും. 20 ലെവലിലും കിട്ടും. ഞാൻ പറഞ്ഞു, നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ എത്രത്തോളം ഉണ്ട് അല്ലേ? അത്രയും മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ടാകാം, അത്രയും സിം റീചാർജുകൾ ചെയ്യുന്നുണ്ടാവാം. എങ്കിൽ നമ്മുടെ ഈ ഒരു കോണ്ടാക്ട്, നമ്മൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും റീചാർജ് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ റീചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ, പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റീചാർജിന്റെ ഒരു ചെറിയൊരു വിധം ഞാൻ പറയാം. നമ്മള് ഒരു 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റെഫർ ലിങ്ക് കൊടുക്കുകയാണ്. ആ 2 പേരെ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുകയാണ്. ആ 2 പേരെ കൊണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എങ്കിൽ 2 പേർക്ക് കൊടുത്തിട്ട് ആ 2 പേര് 2 പേർക്ക് കൊടുക്കുന്നു, ആ 4 പേര് 2 പേർക്ക് കൊടുക്കുന്നു, ആ 8 പേര് 2 പേർക്ക് കൊടുക്കുന്നു. അങ്ങനെ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് ഈ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഓരോ റീചാർജ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 20 ലെവൽ ടീം ഉണ്ടാക്കിയാൽ, കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ, നമ്മളിലേക്ക് ഓരോ 28 ദിവസം കൂടുമ്പോഴും 1,46,800 രൂപ മിനിമം നമ്മളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും നോ കോസ്റ്റ്, ഒരു പൈസ പോലും ആരും മുടക്കേണ്ട. അപ്പൊ 2 പേരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു റീചാർജിന്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എത്ര പേർക്ക് കൊടുക്കണം, എത്ര പേരിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് ഒരു പൈസ കൊടുപ്പിക്കേണ്ട, ഒരു പൈസ പോലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, ചെയ്യിപ്പിക്കേണ്ട, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഇൻകം തരുന്നത്, കിട്ടുന്നത്? നമുക്ക് കൃത്യമായിട്ട് അറിയണ്ട്, മനസ്സിലാക്കണ്ട്. മൊബൈൽ റീചാർജുള്ള ഇങ്ങനെ വരുമാനം കിട്ടുമെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ഈ മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരുടേതാണ്? ആരുടെ പ്രോഗ്രാമാണ്?
ഗൂഗിൾ പേയുടെ പ്രോഗ്രാം ആണോ? ഫോൺ പേ, പേടിഎം പോലത്തെ കമ്പനികളുടെ പ്രോഗ്രാം ആണോ? ഒരിക്കലുമല്ല. മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് ജിയോ, എയർടെൽ, VI, BSNL അത്തരം കമ്പനികളുടെ പ്രോഗ്രാമാണ്. അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, ഏതെല്ലാം ആപ്ലിക്കേഷനിലൂടെ നമ്മളും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ റീചാർജ് ചെയ്യുന്നു, അവർക്കെല്ലാം റീചാർജിലൂടെ വരുമാനമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ റീചാർജും, അത് ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും പേടിഎം ആണെങ്കിലും മറ്റു പല കമ്പനികളുടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും അവർക്കെല്ലാം വരുമാനം കിട്ടുന്നുണ്ട്. ജിയോ കൊടുക്കുന്നുണ്ട്, എയർടെല്ലിൽ നിന്നും കിട്ടുന്നുണ്ട്, BSNL കൊടുക്കുന്നുണ്ട്, VI കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ വീട്ടില് മിനിമം 5 മൊബൈൽ റീചാർജ് ഉണ്ടെന്ന് കൂട്ടിക്കോ. എത്ര? 5 മൊബൈൽ റീചാർജ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. മിനിമം 35 രൂപ ഓരോ 28 ദിവസം കൂടുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നും മൊബൈൽ റീചാർജിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മിനിമം 5 റീചാർജ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നോക്കാം. ഇന്ന് ഗൂഗിൾ പേയിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ ₹1.90 നമ്മൾ അധികമായിട്ട് കൊടുക്കണം. ₹1.90. അപ്പൊ നമുക്ക് നോക്കാം, 1.90 ഇൻറ്റു 5 ഏകദേശം 10 രൂപയില്. ഫോൺ പേക്ക് നമ്മൾ കൊടുക്കണം ₹1 അല്ല ₹2 കൊടുക്കണം. പേടിഎമ്മിന് കൊടുക്കണം ₹1 മുതൽ ₹6 വരെ കൊടുക്കുന്നുണ്ട് റീചാർജിന്. മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. പക്ഷെ മനസ്സിലാക്കണം, 5 × 1.90 ഗൂഗിൾ പേക്ക് ഓരോ 28 ദിവസം കൊടുക്കുമ്പോൾ മിനിമം 10 രൂപയായി. അതുകൂടാതെ ഈ 5 റീചാർജ് ചെയ്യുമ്പോൾ ഒരു റീചാർജിന് ₹5 വെച്ച് മിനിമം ഗൂഗിൾ പേക്ക് റീചാർജ് കമ്പനിയിൽ നിന്നും കിട്ടുന്നുണ്ട്. മിനിമാണ് പറഞ്ഞത് കേട്ടോ. 5, 6, 7, 8, 9, 10 ഒക്കെ കിട്ടുന്നുണ്ടാവാം. ₹5 കിട്ടുന്നുണ്ടെങ്കിൽ 5 × 5 25 രൂപ. 25ഉം 10ഉം 35 രൂപ. കോടിക്കണക്കിന് റീചാർജുകൾ ഇൻറ്റു ഈ 35 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ റീചാർജിന്റെ ബെനിഫിറ്റിന്റെ പവർ, സാധ്യത, ആ ഒരു ഇൻകം. എന്തിനാണ് ഇത് പറഞ്ഞതല്ലേ? 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു പൈസ പോലും നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ട. നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും മറ്റു പല കമ്പനികളുടെ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം വരുമാനം കിട്ടുന്നത് പോലെ നമ്മുടെ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. ഇത് നമ്മൾക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ മറ്റു പല ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുന്നതിന് പകരം ഇനി മുതൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ, റീചാർജ് ചെയ്താൽ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. അതിന്റെ 90% ആരൊക്കെയാണോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണോ മാർക്കറ്റ് ചെയ്യുന്നത്, അവരിലേക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. അത് ഏതെല്ലാം തരത്തിലാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? കമ്പനിക്ക് എങ്ങനെയാണ് റീചാർജ് ഇൻകം കിട്ടുന്നത്, നമ്മളിലേക്ക് തരുന്നത്? 2 പേരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ 20 ലെവൽ ടീം ഉണ്ടാക്കിയാൽ 1,46,800 നമ്മളിലേക്ക് എത്തുമ്പോ ഈ ഒരു പ്രോഗ്രാം നമ്മൾക്ക് എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം. ഇതാണ് ഒരു ഫ്രീ യൂസർക്ക് മൊബൈൽ റീചാർജിലൂടെ കിട്ടുന്ന വരുമാനം. ഇനി മൊബൈൽ റീചാർജിന്റെ ഇൻകം നമുക്ക് കൂടുതൽ വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. അത് കൂടാതെ കിട്ടുന്ന വരുമാനമുണ്ട്. ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ പറയാണ്, ഈ കമ്പനി പറയുന്ന ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ നമ്മൾ 1 ടൈം പർച്ചേസ് ചെയ്ത് ഇതിനുള്ളിലേക്ക് വരികയാണെങ്കിൽ, 1 ടൈം വാങ്ങിയിട്ട് ഇതിനുള്ളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു?
ഈ പേഴ്സണൽ മാനേജ്മെന്റ് പേ ചെയ്ത് വാങ്ങിക്കുന്നു. ഓൺലൈനിലൂടെ നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ UPI, നെറ്റ് ബാങ്കിങ്, ഇതെല്ലാം ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ save.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പർ അതല്ലെങ്കിൽ ID നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പേയ്മെന്റ് ഗേറ്റ്വേ ത്രൂ നമുക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. വൺ ടൈം, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി, അൺലിമിറ്റഡ് വരുമാനം. എന്താണെന്ന് നോക്കാം. നമ്മൾ വാങ്ങിക്കുന്ന ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാം. അതുകൂടാതെ ഒരു മിനി വെബ്സൈറ്റ് കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഒരു ഡിജിറ്റൽ വെബ് കാർഡ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി തരികയാണ്. എന്താണെന്നറിയോ? നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും നെറ്റ്വർക്കോ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി, അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു? കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. നമ്മൾ ഈ കമ്പനിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ IT കമ്പനിയുടെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ നമ്മളെ സഹായിക്കുകയാണ് കമ്പനി. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ ലോഗോ, ആ കമ്പനിയുടെ ടോട്ടൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, ആ കമ്പനിയുടെ ലൊക്കേഷൻ, ആ കമ്പനിയുടെ വെബ്സൈറ്റ് ലിങ്ക്, ആ കമ്പനിയുടെ വീഡിയോസുകള്, ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകള്, ആ പ്രൊഡക്റ്റിന്റെ പിക്ക്, അതിന്റെ പ്രൈസ്, അതിന്റെ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കാം. നമ്മുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കാം. ഇങ്ങനെ A to Z കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ 100, 200, 1000, 10,000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വൺ ടൈം ആ ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ലൈവായിട്ടുള്ള ഓരോ കാര്യവും നമ്മൾ അതിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഒരു വൺ ടച്ചിൽ കാണാനും, ഒരു വൺ ടച്ചിൽ കോൾ ചെയ്യാൻ, വൺ ടച്ചിൽ മെസ്സേജ് അയക്കാൻ, വൺ ടച്ചിൽ ഓരോ പ്രൊഡക്റ്റ് എൻക്വയറി ചെയ്യാൻ, എല്ലാത്തിനും നമ്മുടെ ലൊക്കേഷൻ കാണാൻ ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു മിനി വെബ്സൈറ്റ്, ഒരു ഡിജിറ്റൽ വെബ് കാർഡ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മിനി വെബ്സൈറ്റ്. അതുകൂടാതെ 4500 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. 4500 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. അതുകൂടാതെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം കമ്പനി തരുന്നുണ്ട്. ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വർക്കിംഗ് ബെനിഫിറ്റ് 4 ടൈപ്പ് ഓഫ് ഇൻകം ആണ്. അതുകൂടാതെ റീചാർജ് പറഞ്ഞില്ലേ, അതിന്റെ ബെനിഫിറ്റ് കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 2% 20 ലെവൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. വൺ ടൈം പർച്ചേസ് ചെയ്താൽ കിട്ടുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരുന്നു. വൺ ടൈം പർച്ചേസ് ചെയ്തിട്ട് 3999 രൂപ പ്ലസ് GST കൊടുത്തിട്ട് ടോട്ടൽ 4719 രൂപയ്ക്ക് ഈ ഒരു കമ്പനിയുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ഉപയോഗിക്കാൻ ആപ്ലിക്കേഷൻ തന്നു, മിനി വെബ്സൈറ്റ് തന്നു, അതിന്റെ GST ബില്ലുണ്ട്, സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുകൂടാതെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പർച്ചേസ് പോയിന്റ് ഉണ്ട്, റീചാർജിന്റെ ലെവലിംഗ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. എന്തൊക്കെയാണ് നമ്മുടെ വരുമാനം? പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ടീം ബിൽഡിംഗ് കമ്മീഷൻ, റാങ്ക് ആൻഡ് ഇൻസെന്റീവ്. അതുകൂടാതെ നമുക്ക് റീചാർജ് ലെവൽ ഇൻകം 2%. എന്താണ് പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ? നമ്മൾ ഡയറക്റ്റ് ഈ കമ്പനിയിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് അവർ ആക്റ്റീവായിട്ട് വരുമ്പോൾ, വൺ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ 800 രൂപ നമുക്ക് സെയിൽസ് കമ്മീഷനായിട്ട്
റഫറൽ കമ്മീഷനായിട്ട് കമ്പനി നമുക്ക് തരുന്നു. നമുക്ക് എത്ര പേര് വേണമെങ്കിലും റഫൽ ചെയ്യാം. ഇൻറ്റു 800 റഫൽ കമ്മീഷൻ. നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഓട്ടോമാറ്റിക് പേ ഔട്ട് ആണ്. കാത്തിരിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എവിടെയും പോയി പറയാൻ പറ്റും കമ്പനിയുടെ പ്രൊഫൈല്. നമുക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്. ആരെയും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്ക്. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് എത്ര പേര് വേണമെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം. എത്ര കിട്ടും? 800 രൂപ റഫൽ കമ്മീഷൻ. ഒരു ദിവസം 2 പേർക്ക് കൊടുത്താൽ, ഒരു ദിവസം 10 പേർക്ക് കൊടുത്താൽ, എത്ര പേർക്കാണോ കൊടുക്കുന്നത് ഇൻറ്റു 800 വെരി നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഇൻകം ആണ്. രണ്ടാമത്തെ ഇൻകം എന്താണ്? ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ലെവൽ ഇൻകം. നമ്മുടെ ഡൗൺലൈനിൽ ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകം. നമ്മൾ ഡയറക്റ്റ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്കാണോ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്കാണോ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്, അവരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ 13 ലെവൽ, 13 ജനറേഷൻ നമുക്ക് ലെവൽ ഇൻകം കിട്ടുകയാണ്. ഒരു സിംഗിൾ ലൈൻ പോയാലും കിട്ടുന്ന ഇൻകമാണ്. ഒരു അൺലിമിറ്റഡ് ഇൻകമാണ്. നമ്മൾ ഒരേ ഒരാളെ റഫൽ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും 800 രൂപ റഫൽ കമ്മീഷൻ പ്ലസ് ഒന്നാമത്തെ ലെവൽ ഇൻകം ആയിട്ട് ഒരു 50 രൂപ കൂടി കിട്ടുന്നു. 800 പ്ലസ് 50, 850 രൂപ. ഒരേ ഒരാൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ, ഒരേ ഒരാൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ, ആ ഒരു വ്യക്തി ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നു, ഈ കമ്പനിയുടെ പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കുന്നു, ഈ സിസ്റ്റം പഠിക്കുന്നു. അങ്ങനെ ഈ കമ്പനി എന്ത് ചെയ്യുന്നു, ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അങ്ങ് ബിസിനസ് കൊണ്ടുപോവുകയാണെങ്കിൽ സ്പോൺസർക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കമ്പനിയുടെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെവൽ 50 രൂപ, രണ്ടാമത്തെ ലെവൽ 10 രൂപയാണ്, മൂന്നാമത്തെ ലെവൽ 20 രൂപ, നാലാമത്തെ ലെവൽ 30 രൂപ, വീണ്ടും അഞ്ചാമത്തെ ലെവൽ വരുന്നത് 10 രൂപ, ആറാമത് വരുന്നത് 20 രൂപ, ഏഴാമത് വരുന്നത് 30 രൂപ, വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30. 13ാമത്തെ ലെവൽ വരുന്നത് 30 രൂപയാണ്. നോക്കാം ലെവലിംഗത്തിന്റെ ഒരു പവർ. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ഒരു 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, 4 പേരെ പഠിപ്പിക്കുകയാണെങ്കിൽ, 4 പേരെ കൂടെ നിർത്തുകയാണെങ്കിൽ, അവർക്ക് കൃത്യമായ ഫോളോ അപ്പ് കൊടുക്കുകയാണെങ്കിൽ, 4 പേർക്ക് കൊടുത്ത് ആ 4 പേര് 4 പേർക്ക് കൊടുത്ത് അങ്ങനെ 16 പേര് 4 പേർക്ക് കൊടുത്ത് 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും 4 പേർക്ക് വീതം ഈ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ 13 ലെവലിൽ കിട്ടുന്ന ലെവൽ ഇൻകം എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് ഇൻകം ആണ്. 242 കോടി രൂപയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലെവൽ പ്ലാൻ ആണ്. സിംഗിൾ ലൈൻ പോയാൽ പോലും നമ്മൾ 4 പേർക്ക് കൊടുക്കുന്നു, ആ 4 പേര് 4 പേർക്ക് കൊടുക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ടൈം എടുത്തോളൂ, എത്ര വർഷം വേണമെങ്കിലും, എത്ര മാസം വേണമെങ്കിലും, ഇങ്ങനെ കറക്റ്റ് വരണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോ വേണം, ഏത് ടൈം വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻകം. മൂന്നാമത്തത് എന്താണ്? ടീം ബിൽഡിംഗ് കമ്മീഷൻ. നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, അഥവാ റൈറ്റും ലെഫ്റ്റും അങ്ങനെ ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓരോ മാച്ചിങ്ങിന് നമുക്ക് 400 രൂപ വെച്ച് കിട്ടുന്നു. 400 രൂപ, 400 റുപ്പീസ്. അതിന് നമുക്കൊരു ദിവസം സീലിംഗ് വെച്ചിട്ടുണ്ട് 10,000 രൂപ. ഒരു വർക്കിംഗ് ഐ ഡി, അതാ ഒരു ആക്ടിവേഷൻ ചെയ്യുന്ന വ്യക്തിക്ക്, ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് വരുന്ന വ്യക്തിക്ക് ഒരു വർക്കിംഗ് ഐ ഡി ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, അതിലൊരു 10,000 രൂപ
ഈ ഒരു ടീം ബിൽഡിംഗ് കമ്മീഷൻ മാച്ചിങ് നമുക്ക് എൻജോയ് ചെയ്യാം. മന്ത്ലി ഒരു 3 ലക്ഷം രൂപ അല്ലെ, 10,000 ഇൻറ്റു 30 ഒരു 3 ലക്ഷം രൂപയോളം നമുക്ക് അങ്ങനെയും കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻകം. നാലാമത്തെ ഇൻകം എന്താണ്? ഇൻസെന്റീവ് ലോഡഡ് ബൈനറി, റാങ്ക് ആൻഡ് ഇൻസെന്റീവ്. കമ്പനി പറയുന്നു 14 റാങ്ക്. ഈ 14 റാങ്കിൽ നിന്ന് നമുക്ക് ഇൻസെന്റീവ് കിട്ടുന്നു. ടോട്ടൽ 10 കോടി രൂപ ഇൻസെന്റീവ് കിട്ടാനുള്ള ഒരു ഇൻസെന്റീവ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ബിസിനസ് ബിൽഡ് ആകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആകുന്നതാണ് ഈ റാങ്ക്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കമ്പനിയിലെ ഒന്നാമത്തെ റാങ്ക്. 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ, 4 മാച്ചിങ് വരുമ്പോൾ കമ്പനിയിലെ ഫസ്റ്റ് റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ നമുക്ക് ഒരു 500 രൂപ ഇൻസെന്റീവ് തരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പനിയിലെ സെക്കൻഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ 12 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ കമ്പനിയിലെ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകുന്നു. ആ ടൈമിൽ നമുക്കൊരു 1000 രൂപ ഇൻസെന്റീവ് കിട്ടുന്നു. വീണ്ടും 12-ൽ നിന്ന് 30-ലേക്ക് എത്തുമ്പോൾ കമ്പനിയിലെ മാർക്കറ്റിംഗ് ഓഫീസർ ആകുന്നു. അപ്പോൾ നമുക്കൊരു 2000 രൂപ വീണ്ടും ഇൻസെന്റീവ് തരുന്നു. അങ്ങനെ വീണ്ടും 4-ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ 4000 രൂപ, 5-ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ 10,000 രൂപ, 6-ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ 20,000 രൂപ, 7-ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ 40,000 രൂപ, 8-ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ 1.5 ലക്ഷം രൂപ. അങ്ങനെ ഓരോ റാങ്കിലേക്ക് എത്തുമ്പോൾ ഇൻസെന്റീവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 ഓർഗനൈസേഷനിൽ വരുന്ന മൊത്തം വോളിയമാണ് ഈ റാങ്കിലേക്കും എടുക്കുന്നത്. ഇതാണ് നമ്മുടെ 4-ാമത്തെ ഇൻകം. ഇനി ഒരു ആക്റ്റീവ് യൂസർ ആയ വ്യക്തിക്ക് റീചാർജിന്റെ ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീ യൂസർക്ക് കിട്ടുന്നത് അതിന്റെ ഡബിൾ കിട്ടും. നമുക്കപ്പോ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാലോ. എന്നും എപ്പോഴും ഏത് കാലത്തും ഒരു പാസീവ് ഇൻകം ആണ്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കമ്പനി നമ്മളിലേക്ക് ഈ 2024 ജനുവരി 13-ാം തീയതി മുതൽ നമ്മളിലേക്ക് തന്നിട്ടുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമാണ് മൊബൈൽ റീചാർജ് DTH. അത് നമുക്ക് ഏതൊരു വ്യക്തിക്കും കടന്നു വന്ന് ആർക്ക് വേണമെങ്കിലും ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. പിന്നീട് വരുന്നത് ഈ ആക്റ്റീവ് യൂസറാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രോഗ്രാം തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നു. അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ് ഇത് പറഞ്ഞതൊക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാം. നമുക്ക് ഫാമിലി ആയിട്ട് ഈ പ്രോഗ്രാം ഏറ്റെടുക്കാം. കാരണം സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ 3 പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാം. 3 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്ന ആളുകളാണ് ഫാമിലി യൂസർ ആകുന്നത്. 3 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്ന ആളുകളാണ് ഫാമിലി യൂസർ ആകുന്നത്. 2 തരത്തിൽ ആളുകൾ കടന്നു വരുന്നുണ്ട് കേട്ടോ. ഒന്ന്, ഫാമിലിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരുണ്ട്. മറ്റൊന്ന്, ഇതിന്റെ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് 3 എണ്ണം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് TV-യിലും ന്യൂസിലൊക്കെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബിസിനസ് ആയിട്ടാണ് പല ആളുകളും അതിനെ കാണുന്നത്. ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അവർക്ക് അറിഞ്ഞോളുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് പഠിച്ച് മനസ്സിലാക്കി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ് അതിലൂടെ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കം, അവരുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എങ്കിൽ ഞാൻ പറയാണ്, ഇതിന്റെ പ്രോഗ്രാം മനസ്സിലാക്കിയിട്ട് 3 എണ്ണം വാങ്ങിച്ചു വരുന്ന ആളുകളുണ്ട് കൂടുതൽ വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് നമ്മുടെ പേരിൽ തന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ടൈം ആണ് കേട്ടോ, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് കമ്പനി ഗിഫ്റ്റ് ആയിട്ട്.
കമ്പനി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഈ ഫാമിലി യൂസർ ആകുമ്പോൾ 3 പ്രൊഡക്റ്റ് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാൻ തരുന്നു. അതിന്റെ GST ബില്ല് നമുക്ക് സ്പോട്ടിൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ എമൗണ്ട് ഉണ്ടല്ലോ, 3999 പ്ലസ് GST 4719 ഇൻറ്റു 3 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 3 ഇൻറ്റു ആ എമൗണ്ട് കൊടുത്താൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് കമ്പനി അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് അയച്ചു കൊടുത്തിട്ട് വാങ്ങിക്കാം. ഇനി നമ്മുടെ ടൈമിന് നമുക്ക് ഡൗൺലോഡ് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് സൈറ്റിൽ നിന്ന് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാം. എല്ലാ മെത്തേഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫാമിലി യൂസറായി. ലൈഫ് ടൈം പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. 14,500 പർച്ചേസ് ഫണ്ട് തരും. അതുകൂടാതെ അതിന്റെ GST ബില്ല് കിട്ടി. അതുകൂടാതെ നമുക്ക് റീചാർജിന്റെ ലെവൽ ഇൻകം 3% 20 ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% ഒന്നാമത്തെ ലെവലിലും 2ാമത്തെ ലെവലിലും 3ാമത്തെ ലെവലിലും 4ലും 5ലും 6ലും 7ലും 8ലും 9ലും 10ലും അങ്ങനെ 20 ലെവലിലും കിട്ടുന്നുണ്ട് റീചാർജിന്റെ ലെവലിംഗ്. അതുകൂടാതെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടി കിട്ടുന്നുണ്ട്. 3 വർക്കിംഗ് ഐ ഡി തരുന്നുണ്ട്. ആ 3 വർക്കിംഗ് ഐ ഡിയിൽ നമുക്ക് പറഞ്ഞ എല്ലാ ബെനിഫിറ്റും എൻജോയ് ചെയ്യാം. 3ലും എൻജോയ് ചെയ്യാം. 3ലും നമുക്ക് റെഫറലിംഗ് ഉണ്ടാക്കാം. 3ലും ജനറേഷൻ ഉണ്ടാക്കാം. 3ലും 14 റാങ്ക് 3 ഐ ഡിയിലും 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത 3 ഐ ഡിയിൽ ഉണ്ടാക്കാം. റീചാർജിന്റെ ലെവലിംഗ് 3 ഐ ഡിയിൽ ഉണ്ടാക്കാം. ഇനി പറയാൻ പോകുന്ന ക്ലബ് ബോണസ് ഉണ്ട്, അതും ഉണ്ടാക്കാം. എങ്കിൽ ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ വരുമാനം ഉണ്ടാക്കാനാണ് ഈ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വരുന്നത്. നമുക്ക് സീനിയോറിറ്റി ലെവലില് ആരാണോ ആദ്യം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് അവരെല്ലാവരെയും ഈ ഫാമിലി പാക്കേജ് എടുത്ത് വരുന്ന സമയത്ത് ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വാങ്ങിച്ചു വരുന്ന എല്ലാവരെയും ഒരൊറ്റ ലൈനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യം കടന്നു വരുന്നവരൊക്കെ ആ ക്യൂവിലേക്ക് എൻട്രി ആകും. അപ്പൊ ആദ്യം വരുന്നവരിലേക്കാണ് ഈ നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നുണ്ടാവുക. 3 ടൈമിലായിട്ടാണ് കിട്ടുന്നത്. ഇതിന്റെ ടൈമോ എന്ന് കിട്ടും, എപ്പോ കിട്ടും എന്നുള്ളത് ടൈം ഒരാൾക്കും പറയാൻ പറ്റില്ല. കമ്പനിക്കും പറയാൻ പറ്റില്ല, ലീഡേഴ്സിനും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റുന്നതല്ല. എത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ബിൽഡ് ആകുന്നു, എത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് നടക്കുന്നു, അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് നോൺ വർക്കിംഗ് ഇൻകം. 3 ടൈമില് എന്ന് പറയുമ്പോൾ ആദ്യം കിട്ടുന്ന നോൺ വർക്കിംഗ് ഇൻകം 12,000 രൂപ, രണ്ടാമത് കിട്ടുന്നത് 60,000 രൂപ, മൂന്നാമത് കിട്ടുന്നത് 2,40,000 രൂപ. ടോട്ടൽ 3,12,000 രൂപ നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് നമ്മളിലേക്ക് കിട്ടുന്നതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ കിട്ടിയ ആളുകളുണ്ട് 12,000, ഒരുപാട് ആളുകൾക്ക് 60,000 കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാമിലി യൂസറായിട്ട് വന്നാൽ ബിസിനസ് ചെയ്യാൻ പറ്റിയാലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ നോൺ വർക്കിംഗ് ഇൻകം കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് കൊടുക്കാൻ പറ്റുന്ന ഇൻകമാണ്. കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇൻകമാണ്. കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്താൻ സാധ്യതയുള്ള ഇൻകമാണ്. എത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ട് ഇത് നടക്കുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ തീരുമാനിക്കുക എപ്പോ അതിൽ ജോയിൻ ചെയ്യണം, എപ്പോ അടുത്ത കൊല്ലം ചെയ്യണോ, ഇന്ന് ചെയ്യണോ, അടുത്ത മാസം ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കാം. ഓരോ മിനിറ്റിനും അതിനെന്തുണ്ട്, വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം അല്ല ഇത്. കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോ
നമുക്ക് കിട്ടുന്ന ഓരോ ബെനിഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി കളവ് പറഞ്ഞിട്ട് കയറി നിന്നോ നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യിപ്പിക്കരുത്. കളവ് പറഞ്ഞ് ചെയ്യിപ്പിക്കരുത്. ഓണസ്റ്റിയിൽ കൃത്യമായിട്ട് കമ്പനി നമുക്ക് 3 നേരം മീറ്റിംഗ് തരുന്നുണ്ട്. ആ 3 നേരം മീറ്റിംഗിലും പറയുന്നുണ്ട്, ഓരോ സ്റ്റെപ്പ് എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി കമ്പനി പറഞ്ഞു തരുന്നുണ്ട്. ലീഡേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, സംശയങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു മാസം, ഈ റണ്ണായി കൊണ്ടിരിക്കുന്ന മാസത്തിൽ 3 ഫിസിക്കൽ പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പോ ടോട്ടൽ 3 ഫിസിക്കൽ പ്രോഗ്രാം കഴിഞ്ഞു. 3 അല്ല 4 പ്രോഗ്രാം കഴിഞ്ഞു ടോട്ടൽ ഇപ്പോ ഈ ഒരു ടൈമിനുള്ളിൽ. ഇനി വരാൻ പോവുകയാണ് 29-ാം തീയതി. അപ്പോ ഇതിലൊക്കെ നമുക്ക് ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സമയമുണ്ട്. ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ. നമുക്കറിയാം, എല്ലാ ദിവസവും നടക്കുന്ന 11 മണിക്കുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, വരുമാനം വേണമെങ്കിൽ, നല്ലൊരു കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ, നല്ലൊരു കമ്പനിയിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കണമെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു 11 മണിക്കുള്ള മീറ്റിംഗിലേക്ക്. എല്ലാ ദിവസവും കാലത്ത് 11 മണിക്കുള്ള പ്രോഗ്രാമിലേക്ക്. എല്ലാ ദിവസവും സെയിം ലിങ്ക് ആണ് കിട്ടുക. സെയിം സൂം മീറ്റിംഗ് ലിങ്ക് ആണ്. അത് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുക. ഓട്ടോമാറ്റിക് റിസൾട്ട് വരും. ഉറപ്പ് തരാൻ പറ്റും. 11 മണിയുടെ പ്രോഗ്രാം നിങ്ങൾ എത്രത്തോളം ആളുകളെ എത്തിക്കുന്നു, അത്രയും ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക്, ബിസിനസ്സിലേക്ക് കടന്നു വരും. കൃത്യമായി അവർക്ക് ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൂടാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു, കമ്പനി നമുക്ക് നമ്മുടെ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് ഇങ്ങനെ കൂട്ടിത്തരും. നമുക്കറിയാം, ടീം ബിൽഡിംഗ് കമ്മീഷൻ, നമ്മുടെ മാച്ചിങ് 400 രൂപയാണ്. കമ്പനി പറയുകയാണ് 5 തരത്തിലാണ് ക്ലബ് ബോണസ് ഉള്ളത്. 5 ആദ്യം നമുക്ക് എത്തുമ്പോ, ഒന്നാമത്തെ ക്ലബിൽ എത്തുമ്പോ 10% കൂട്ടി കിട്ടും. 400 440 ആക്കി തരും. രണ്ടാമത്തെ ക്ലബിലേക്ക് എത്തുമ്പോൾ നമുക്ക് 440 480 ആക്കി തരും. 480 പിന്നെ 520 ആക്കി തരും. പിന്നീട് 560 ആക്കി തരും. പിന്നീട് 600 രൂപ ആക്കി തരും. നമ്മുടെ മാച്ചിങ് ഇൻകം, ബൈനറി ഇൻകം. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കൂടെ വന്ന 2 പേര് കമ്പനിയിലെ ഒന്നാമത്തെ റാങ്ക് അച്ചീവർ ആക്കിയ 440, രണ്ടാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 480, പിന്നെ അങ്ങനെ 520, അങ്ങനെ 5 റാങ്ക് വരെ നമ്മുടെ റൈറ്റിൽ നിന്ന് ഒരാളെയും ലെഫ്റ്റിൽ നിന്ന് ഒരാളെയും അങ്ങ് എത്തിച്ചാൽ അന്ന് മുതൽ കറക്റ്റ് 600 രൂപയിലേക്ക് എത്തും. 10,000 സീലിംഗ് പറഞ്ഞില്ലേ, അത് 15,000 രൂപ ആയിട്ട് മാറും. ഇതാണ് ക്ലബ് ബോണസ്. അതുകൂടാതെ ഈ ഒരു IT കമ്പനിയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്കൊരു CCM ആവാനുള്ള ഒരു അവസരമുണ്ട്. കോർ കമ്മിറ്റി മെമ്പർ ആവാനുള്ള ഒരു അവസരമുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഒരു 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് ഇതിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ഒരു ഫാമിലി യൂസർ ആകുന്നു. നമ്മൾ നേരിട്ട് 10 പേർക്ക് ഈ പ്രോഗ്രാം കൊടുത്താൽ, 10 പേരെ ഫാമിലി പാക്കേജ് ബിസിനസ് കൊടുത്താൽ, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ, ഈ ഒരു പ്രോഗ്രാമിന്റെ കോർ കമ്മിറ്റി മെമ്പർ ആകുന്നു, CCM ആകുന്നു. ചെറിയൊരു വോളിയം. നമ്മൾ ഫാമിലി യൂസർ 10 പേർക്ക് ഫാമിലി യൂസർ ആക്കാൻ അവസരം കൊടുക്കുന്നു എങ്കിൽ നമ്മൾ കോർ കമ്മിറ്റി മെമ്പർ ആകുന്നു. എന്താണ് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്? നമ്മൾ ചെയ്യുന്ന ബിസിനസ്, നമുക്ക് കിട്ടുന്ന റെഫറൽ ഇൻകം, നമുക്ക് കിട്ടുന്ന ലെവൽ ഇൻകം, നമുക്ക് കിട്ടുന്ന മാച്ചിങ്, അങ്ങനെ ഒരു മാസത്തിൽ എത്ര രൂപയാണോ നമ്മൾക്ക് കിട്ടുന്നത്, ആ ടോട്ടൽ എമൗണ്ടിന്റെ 5% മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ
ഈ കമ്പനിയുടെ മൊബൈൽ റീചാർജ് പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ പ്രോഗ്രാമിലൂടെ കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനം, ആ വരുമാനത്തിന്റെ 10% മാറ്റിവെച്ച് എത്ര പേരാണ് കോർ കമ്മിറ്റിയിലുള്ളത് അവർക്ക് തുല്യമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ നാളത്തെ നോക്കേണ്ട, വരാൻ പോകുമ്പോ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ സാധ്യത. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കാശ് എങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും അല്ലെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കോർ കമ്മിറ്റി മെമ്പറായാൽ ഇത് മാത്രമാണോ? ഒരിക്കലുമല്ല. ഇനി വരാൻ പോകുന്ന ഈ കമ്പനിയുടെ തന്നെ safeguard.in എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു ഇ-കൊമേഴ്സ് പ്രോഗ്രാമാണ്. ഈ കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഇത്തരം കോർ കമ്മിറ്റി മെമ്പേഴ്സ് ആയാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കണം, വലിയ ഒരു ബിസിനസ് വോളിയോ ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് ആയിട്ടല്ല ഒരു CCM ആവാം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഫാമിലി യൂസർ, നമ്മൾ 10 പേർക്ക് ഫാമിലി യൂസർ ആക്കിയാൽ കിട്ടാവുന്ന സാധ്യത. അടുത്ത മാസം 13-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്, CCM സമ്മിറ്റ്. അതിലേക്ക് പങ്കെടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഈ സിസ്റ്റത്തിൽ വെറും 15 പേര് മാത്രമാണ് CCM-ലുള്ളത്. ഇനിയും ആളുകൾക്ക് കടന്നു വരാം. ഫാസ്റ്റ് ആയിട്ട് അതിലേക്ക് എത്തിയിട്ട് 13-ാം തീയതി പ്രോഗ്രാം പങ്കെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് DCM. നമുക്ക് DCM ആവാനുള്ള അവസരമുണ്ട്. നമ്മൾ കോർ കമ്മിറ്റി മെമ്പറായിട്ട് 10 പേര് ഡയറക്റ്റ് കോർ കമ്മിറ്റി മെമ്പറായി വന്നാൽ നമുക്ക് DCM ആകാം. നമുക്ക് വരുമാനത്തിന്റെ 10% മന്ത്ലി ഇൻകം ആയിട്ടും എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എല്ലാം അതിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പൊ ഈ പറഞ്ഞ ടോട്ടൽ പ്രോഗ്രാം ലൈവ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് ലൈവ് ആണ്, നമ്മുടെ ബിസിനസ് പ്രോഗ്രാം ലൈവ് ആണ്. ഈ പറഞ്ഞ ടോട്ടൽ ബെനിഫിറ്റ് ആളുകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ഉണ്ട്, റഫറൽ ഇൻകം കിട്ടുന്ന ആളുകളുണ്ട്, ടീം ബിൽഡിംഗ് കമ്മീഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റാങ്കിന് ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നോൺ വർക്കിംഗ് ഇൻകം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു ഇൻകം ആണ്. ഫുൾ ലൈവ് ആണ്, വരാൻ പോകുന്നതെല്ലാം. ഓക്കെ, ഇനി ഈ കമ്പനി സ്വന്തമായി അവതരിപ്പിക്കാൻ പോകുന്ന കമ്മിങ് സൂണിലുള്ള ഒരു പ്രോഗ്രാം സേഫ്ഗാർഡ് ആണ്. അതിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. ഗ്രോസറി ഐറ്റംസ്, അത്തരം സാധനങ്ങളൊന്നല്ല, അതല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് ഫണ്ട് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. അതേപോലെ നമ്മുടെ റഫറൽ ലിങ്കിലൂടെ രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന രീതിയിലാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും 500 പർച്ചേസ് ഫണ്ട് തരുന്നുണ്ട്, 500. അത് സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് 100 പർച്ചേസ് ഫണ്ട് തരുന്നുണ്ട്. എത്ര പേരെ വേണമെങ്കിലും റഫർ ചെയ്യാം, ഇൻറ്റു 100 പർച്ചേസ് ഫണ്ട് നമുക്ക് കിട്ടും. അതുകൂടാതെ കമ്പനി പറയാണ്, നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 4000 പർച്ചേസ് പോയിന്റ്. ഇനി അതല്ല, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പറ്റിയില്ല, നമ്മൾ 14 ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ കമ്പനി പറയുന്നു നിങ്ങൾക്ക് 2000 പർച്ചേസ് പോയിന്റ് തരാം. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നില്ല. ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവർക്ക് 500 പർച്ചേസ് പോയിന്റ് എപ്പോഴാണോ, ഏത് ടൈമിലാണോ ആക്റ്റീവ് ചെയ്യുന്നത്, ആക്റ്റീവ് യൂസർ ആകുന്നത്, ആ ടൈമിൽ അവരുടെ സ്പോൺസർക്ക് ഒരു 500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം വീണ്ടും ഞാൻ പറയുകയാണ്,
26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. 100% ലീഗലായിട്ട് MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ ടോട്ടൽ ലീഗൽ പേപ്പേഴ്സ് ഒക്കെ അവിടെ കാണാൻ പറ്റും. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിച്ച് എടുക്കാനൊക്കെ പറ്റുന്നതാണ്. അതുകൂടാതെ പിന്നെന്താ പറ്റുന്നത്? പ്രൊഡക്റ്റ്. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. കാരണം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക അച്ചടക്കം പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതൊരു ഫോളോ അപ്പിലൂടെ നമ്മൾ ഈ ലോകത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ്, അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിലൂടെ നമുക്കൊരു വരുമാനം കിട്ടുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അവസാനമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് അല്ലെ? ലോകം ഏതെല്ലാം കാലത്തുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം കാലമുണ്ടോ അത്രയും കാലം മണി മാനേജ്മെന്റ് വേണം എന്നുള്ളതാണ് അല്ലെ? അതാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പ്ലാൻ നമ്മൾ കേട്ടു. എങ്ങനെ പോയാലും ബെനിഫിറ്റിലേക്ക് എത്താൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാൻ. ഏത് തരത്തിൽ പോയാലും, സിംഗിൾ ലൈൻ പോയാലും ഇൻകം, നമ്മൾ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്താലും ഇൻകം, അതിലൂടെ പല തരത്തിലുള്ള ഇൻകത്തിലേക്ക് എത്താൻ പറ്റും. ഒന്ന് ആലോചിക്കണം, ഓൺലി വൺ ടൈം പർച്ചേസ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നാൽ കിട്ടാവുന്ന ഇൻകമാണ്. ശരിക്ക് പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്നവർക്കും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാം ചെയ്ത് വരുമാനം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തരുന്നത്. മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും, വരുമാനം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നോക്കാം. ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരാൾക്കും ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല കേട്ടോ. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം അല്ല. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. കമ്പനി പറയാണ്, ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഈ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കടന്നു വന്ന് വരുമാനം ഉണ്ടാക്കാം. ഫ്രീ യൂസർ. നിങ്ങൾ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് കടന്നു വരാം, ആക്ടി യൂസറായിട്ട് ബിസിനസ് ചെയ്യാൻ, വരുമാനം ഉണ്ടാക്കാം. ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി യൂസറായിട്ട് കടന്നു വരാം, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അത് ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതിലേക്ക് കടന്നു വരാൻ ഈ കമ്പനി തരുന്ന ഒരു സ്റ്റെപ്പ്. നമുക്ക് ഏതെല്ലാം തരത്തിൽ അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വീണ്ടും 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 ഇൻകം കിട്ടുമ്പോൾ വീണ്ടും 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 മാസങ്ങളിൽ ഒന്നിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കൊന്നും വേണ്ട. വൺ ടൈം, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി എത്ര വേണമെങ്കിലും നേടിയെടുക്കാം. ഫാസ്റ്റ് പേ ഔട്ട് ആണ്. ഇന്ന് റഫൽ ചെയ്താൽ നാളെ ബാങ്ക് ടൈമിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരുന്നു. നമ്മുടെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവും നമ്മുടെ പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ കിട്ടും. നമ്മുടെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവും അതേപോലെ തന്നെ നമ്മുടെ ക്ലബ് ബോണസ് അതെല്ലാം വീക്കിലി ആയിട്ടും മന്ത്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒന്നും കൂടി പറയാം, നമ്മൾ റഫൽ ചെയ്യുന്നതും നമ്മുടെ മാക്സിമിംഗും നമുക്ക് ഡെയിലി നെക്സ്റ്റ് ഡേ കിട്ടും. നമ്മുടെ ലെവലിംഗും നമ്മുടെ ഇൻസെന്റീവും എല്ലാ ബുധനാഴ്ചകളിലാണ് അത് പേ ഔട്ട് വരുന്നുണ്ടാവുക. ക്ലബ് ബോണസ് മന്ത്ലി കിട്ടും. നോൺ വർക്കിംഗ് ഇൻകം ബുധനാഴ്ചകളിലാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും വെറും 4 സ്റ്റെപ്പോട് കൂടി ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിലൂടെ മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ DTH റീചാർജ് ഏതെങ്കിലും ഒന്ന് ചെയ്ത് ആരംഭിക്കുക. നമ്മൾ റഫൽ ലിങ്ക് ഷെയർ ചെയ്യുക, ബിസിനസ് പ്ലാൻ കൊടുക്കുക, വരുമാനം വാങ്ങിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നല്ല രീതിയിൽ ഫാമിലിയോട് കൂടി, നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി എന്നും ഏത് കാലത്തും വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ മാസത്തിലും
ഫിസിക്കലായിട്ട് 2 പ്രോഗ്രാം തരാൻ ആഗ്രഹിക്കുന്നു. കമ്പനിയുടെ പ്രോഗ്രാം. ആ കമ്പനിയുടെ പ്രോഗ്രാമിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പങ്കെടുപ്പിക്കുക. അത്തരമാണെങ്കിൽ ആ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്, ഇന്ന് കാലത്ത് 11 മണിക്കുള്ള മീറ്റിംഗിലേക്ക് നിങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ.